നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും രക്ഷിക്കാൻ വിജിലൻസ് കൂട്ടുനിൽക്കുന്നുണ്ടോ? ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം ഒരു ഭാഗത്ത് നിന്ന് SFIO അന്വേഷണം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നതിന് തൊട്ടു പിന്നാലെ മാസപ്പടി കേസിൽ വിജിലൻസ് മുഖ്യനും മകൾക്കും വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം നടത്താനാകില്ലെന്ന കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് നൽകിയെന്നതാണ് വിവരം. ഒരു തരത്തിൽ പറഞ്ഞാൽ ലാവ്ലിൻ കേസ് വീണ്ടും വീണ്ടും മാറ്റിവെക്കും പോലെ തന്നെ മാസപ്പടി കേസിലും അപ്രതീക്ഷിതമായ നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ മുഖ്യനും മകളും കൂടെ ചേർന്ന് നടത്തിയിരിക്കുന്ന കരിമണൽ കമ്പനിയും അതിന്റെ പിന്നിലുള്ള തട്ടിപ്പുമെല്ലാം തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ വീണ വിജയന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന മാസപ്പടി കേസിൽ കേസെടുക്കണമെന്ന മാത്യു കുഴൽനാടന്റെ ഹർജി പരിഗണിക്കവേ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിജിലൻസ്. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്വേഷണത്തെ കോടതിയിൽ വിജിലൻസ് എതിർത്തത്. മാത്രമല്ല, നേരത്തെ വിജിലൻസ് കോടതിയിൽ സമാനമായിട്ടുള്ള അന്വേഷണ ആവശ്യം തള്ളിയതായിട്ടും റിപ്പോർട്ടുണ്ടായിരുന്നു. വിവിധ കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടി. വിശദമായ വാദം കേൾക്കാൻ ഹർജി ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കും. വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവ് ഇടണമെന്നതായിരുന്നു കുഴൽനാടൻ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. മാസപ്പടിക്ക് ശേഷം കരിമണൽ കമ്പനിയായി വ്യവസായ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയതായും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് യോഗം ചേർന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കരിമണൽ CMRL-ന് ലഭിച്ചത് എന്നും മാത്യു കുഴൽനാടൻ ഹർജിയിൽ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടി ലഭിക്കുന്നത് ഇതിനുശേഷമാണ് എന്നും ഹർജിയിൽ മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെയാണ് ഇപ്പോൾ കേസ് അന്വേഷണം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന വിജിലൻസ് നിലപാടെടുത്തതോടെ യഥാർത്ഥത്തിൽ മുഖ്യനെയും മകളെയും രക്ഷിക്കാൻ പലരും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരെല്ലാമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും പിന്നിൽ ഇവർക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നതാണ് ചോദ്യം.